സെയ്ഫ് അലി ഖാൻ്റെ വിഷയത്തിൽ ഓരോ നിമിഷവും കൂടുതൽ ട്വിസ്റ്റുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പ്രതി നേരത്തെ പോലീസ് പിടിച്ച പ്രതിയല്ല, മുഹമ്മദ് ഷെരീഫ് ഇസ്ലാം അല്ല എന്ന് പറയുമ്പോഴും എന്തിനാണ് അയാളുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തതെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. മാത്രമല്ല സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിനകത്തേക്ക് കയറിയ പ്രതി അകത്തേക്ക് കയറുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളില്ല. കരീന അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത്? അങ്ങനെ വലിയ ചോദ്യങ്ങളാണ്. കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ സെയ്ഫ് സ്വയം കത്തിയെടുത്ത് കുത്തിയതാണോ? കാണുന്നതൊന്നുമല്ല സത്യം എന്നതാണ് നമ്മളിതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പോലീസ് ഒരു പ്രതിയെ മുന്നിൽ നിർത്തുന്നു, ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തിറക്കുന്നു, സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് മാത്രമാണ് സത്യം എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ പല ദുരൂഹതകളും ഈ സെയ്ഫ് അലി ഖാൻ വിഷയത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണുള്ളത്. ധന്യ ഇപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതി അകത്തേക്ക് കയറുന്ന CCTV ദൃശ്യം എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? പ്രതി ഇറങ്ങുന്ന ദൃശ്യം വരുന്നുണ്ട്, അകത്തേക്ക് കയറിയത് എവിടെ? അതൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമല്ലേ. അതോടൊപ്പം തന്നെ സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഈ 6 ദിവസത്തെ ചികിത്സയ്ക്കൊക്കെ ശേഷം, ഈ ശസ്ത്രക്രിയകൾക്കൊക്കെ ശേഷം പുറത്തു വരുന്ന ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട്, കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട്, തൻ്റെ ആരാധകരെയൊക്കെ അഭിസംബോധന ചെയ്ത് കൈയൊക്കെ വീശി വളരെ ആരോഗ്യവാനായിട്ട് കുത്തേറ്റിട്ടുണ്ടോ ഇങ്ങേർക്ക് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ നടന്നു വരികയാണ്. ആ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുത്തേറ്റതിന് ശേഷം ഇയാൾ ഈ വീട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ എവിടെ? അതൊരു പ്രധാനപ്പെട്ടൊരു ദൃശ്യങ്ങളാണ്. അവിടെ കുത്തുനാടകം നടന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസ് അത് അന്വേഷിച്ച് വരികയായിരിക്കും. അപ്പം ഇത്തരം രീതിയിൽ നിരവധി ദുരൂഹതകളാണ് ഈ സെയ്ഫ് അലി ഖാൻ വിഷയത്തിലുള്ളത്. കാണുന്നത് മാത്രമല്ല സത്യം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ സംഭവം നടന്ന ദിവസം, അതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഈ കരീന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് സെയ്ഫ് ഈ കുട്ടിയെ ആക്രമിക്കാനായിട്ടാണ് ഈ പ്രതി വന്നത്. കുട്ടിയുടെ നിലവിളി കേട്ടു. അതിനുശേഷം സെയ്ഫ് അലി ഖാനും മറ്റുള്ള ആളുകളൊക്കെ പുറത്തു വന്നു. അതിനുശേഷം ഈ പ്രതിയുമായിട്ട് സെയ്ഫ് നേരിട്ടത് കരീനയെയും മറ്റുള്ള വീട്ടിലുള്ള അംഗങ്ങളെയും മറ്റൊരു നിലയിലേക്ക് കൊണ്ടാക്കിയതിനു ശേഷമാണ്. 4ാമത്തെ നിലയിൽ പൂട്ടിയിട്ടതിന് ശേഷം ഒറ്റയ്ക്ക് വന്നിട്ടാണ് ഈ പ്രതിയുമായി നേരിട്ടത് എന്ന് പറയുന്നു. ഈ ഒറ്റയ്ക്കുമായി എന്തിനാണ് 4ാമത്തെ നിലയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടത്? ഒറ്റയ്ക്ക് വന്നിട്ട് അയാൾ ഈ പ്രതിയുമായിട്ട് എന്താണ് ചെയ്തത്? ഇതൊരു വലിയ സംശയമല്ലേ. അവിടെ എന്ത് നടന്നു? തീർച്ചയായിട്ടും ഗൗതം ചോദിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. സിനിമാ താരങ്ങളുടെ വീട്ടിൽ എന്ത് നടന്നാലും അത് ആളുകൾക്ക് കേൾക്കാനും ആളുകൾക്ക് അതറിയാനും ഒക്കെ വളരെ ഒരു ത്വരയാണ് ആളുകൾക്ക് എന്താണ് നടന്നത് എന്നുള്ളത് അറിയാൻ. ഇവിടെ ത്വര എന്നതിനപ്പുറം ചില ഗോസിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ, ഇപ്പോൾ ഡിവോഴ്സ് കേസ്, സിനിമാ താരങ്ങളുടെ ഡിവോഴ്സ്, സാധാരണക്കാരായി ഇപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള ചന്ദ്രിക ചേച്ചിയും ഗോപാലണ്ണനും ഡിവോഴ്സായെന്ന് പറഞ്ഞാൽ അത് 2 നമ്മളതിന് അത്രയ്ക്ക് എടുക്കുക, അത് 2 പിരിഞ്ഞ് എന്ന് നമ്മളിങ്ങനെ സാധാരണ പറഞ്ഞു തിരിയും. പക്ഷേ ഇപ്പോൾ ദിലീപ് മഞ്ജു വാര്യറുടെയും ഡിവോഴ്സ് കേസ് ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ദിലീപ് മഞ്ജു വാര്യർ ഉപേക്ഷിച്ചു, എന്തിന് കാവ്യ മാധവനെ കെട്ടി, അതുപോലെ ഉർവശി മനോജ് കെ ജയനും എന്തിന് ഉപേക്ഷിച്ചു. ഇനി സംയുക്ത വർമ്മയും ബിജു മേനോനും എന്തെങ്കിലും ഡിവോഴ്സ് ആവുമോ? ജയറാമൻ 2 മക്കളെയും കല്യാണം കഴിച്ചു വിട്ട് ഇനിയും പാർവതിയായിട്ട് ഒരുമിച്ച് ജീവിക്കുമോ? അതോ ഇതൊക്കെ കേൾക്കാൻ നമുക്ക് മലയാളിക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ ഞങ്ങൾക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് കമ്പിക്കഥകൾ കേൾക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യും. കുത്തിയിരുന്ന് അത് മൊത്തവും കേൾക്കുകയും ചെയ്യും, കാണുകയും ചെയ്യും. വല്ലവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ എപ്പോഴും മലയാളികൾക്കൊരു ത്വരയാണ്. ഇവിടെ സെയ്ഫിന് കുത്തേറ്റോ, സെയ്ഫ് ആരോഗ്യവാനായിരിക്കണം, സെയ്ഫിൻ്റെ ജീവനൊന്നും സംഭവിച്ചില്ല എന്നുള്ളത്. അദ്ദേഹം നല്ല സിനിമകളൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരു നടനാണ്. ലൂസിഫർ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ സിനിമയിൽ പിന്നെ പകരം അദ്ദേഹത്തെ കൊണ്ടുവരാനൊക്കെ നിന്നതാണ്. പിന്നീടാണ് വിവേക് ഒബ്രോയി അതിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു നടനാണ്. നന്നായി ഇപ്പോൾ ഇപ്പോൾ ലവ് ജിഹാദൊക്കെ ഇതിൽ പല ആരോപണങ്ങളുമായി പലരും രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം ആദ്യം അമൃത സിംഗിനെ കെട്ടി, പിന്നീട് ഇറ്റലിയിലുള്ളൊരു പെൺകുട്ടിയുമായി, പിന്നീട് മകളുടെ പ്രായമുള്ള കരീനയെ കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും അല്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം സെയ്ഫിൻ്റെ കോടികളുടെ സ്വത്ത്.
പട്ടോടി കുടുംബത്തിന്റെ അനന്തരാവകാശിയാണ്. അനന്തരാവകാശമാണ്. കോടികളുടെ സ്വത്തുള്ള സെയ്ഫിന്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടാൻ സർക്കാർ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതിനെതിരെ സെയ്ഫ് കോടതിയിൽ പോയി സ്റ്റേ വന്നു. വീണ്ടും കോടതി അത് എന്താണ് ആ സ്റ്റേ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും അപ്പീൽ നൽകാൻ ഒരു 30 ദിവസം നിൽക്കെയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് എന്നുള്ളൊരു വളരെ നിർണായകപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഒന്ന്, കോടതിയിൽ നിന്നൊരു സഹതാപത്തിനകം സെയ്ഫിന് ഉണ്ടാക്കാൻ സെയ്ഫ് ശ്രമിച്ചിരുന്നു. മറ്റൊന്ന്, ഈ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം ഇതിലൂടെ സെയ്ഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ്. ഈ വലിയ 2 ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു മനുഷ്യൻ, 10 സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റ ഒരു മനുഷ്യൻ, കത്തിയുടെ അഗ്രം ശരീരത്തിന്റെ ഭാഗത്ത് കയറിയിരുന്ന ഒരു മനുഷ്യൻ, ഈ 2:30 അപകടം നടന്നിട്ട് 1.25 മണിക്കൂർ ഇദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? മാത്രമല്ല, ഈ 10 മിനിറ്റ് ആശുപത്രിയിൽ എത്താനുള്ള ഇദ്ദേഹം എന്തിന് ഇത്രയും നേരം വൈകി? ഈ ഓട്ടോറിക്ഷയിൽ എന്തിനാണ് പോയത്? മാനേജർ വന്ന് ഒപ്പമുണ്ടായിരുന്നത് അല്ലെങ്കിൽ നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയണമെന്ന് ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞത് എന്തിനാണ്? അപ്പോൾ മൊത്തത്തിൽ ഒരു ദുരൂഹത. ഇപ്പോൾ ഇന്നലെ ഒരു നടി രംഗത്തെത്തി, ഡിംപിൾ കപാഡിയുടെ ആദ്യ ഭർത്താവിലെ മകൾ ഇന്നലെ രംഗത്തെത്തി പറഞ്ഞു, കരീന മദ്യപിച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം പിന്നെ എന്താ പറയുക, വില കുറഞ്ഞ കാര്യങ്ങളെയൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ രംഗത്തെത്തി. എങ്ങനെ നമ്മൾ മാധ്യമങ്ങൾ പറയാതിരിക്കും? ഒരു ഭർത്താവ് ഇത്രയും വലിയ കുത്തേറ്റ് മരണത്തിൻ്റെ വക്കിലേക്ക് എത്തുമ്പോൾ ഒരു ഭാര്യ നോക്കി നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം എത്ര മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം എന്നല്ലേ ചിന്തിക്കും. മാത്രമല്ല, അവിടെ ഭാര്യ മാത്രമല്ല, വീട്ടുജോലിക്കാരുണ്ടായിരുന്നു, PA മാരുണ്ടായിരുന്നു, മാനേജർമാരുണ്ടായിരുന്നു, ഡ്രൈവർമാരുണ്ടായിരുന്നു. ഇവരാരും ഇതറിഞ്ഞിട്ടില്ല, ഇവരാരും സെയ്ഫിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല, ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ദുരൂഹത കൂടുതൽ വർദ്ധിക്കുന്നത്. മാത്രമല്ല, 20 ലക്ഷം മുതൽ 2 കോടിക്കകത്ത് വില വരുന്ന കാറുകൾ വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. എന്നിട്ടും അദ്ദേഹം എന്തിനാണ് റോഡിലിറങ്ങിയ? ആരാണ് റോഡിലിറങ്ങി ഓട്ടോറിക്ഷ പിടിച്ചത്? ആദ്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കരീനയിലെ മൂത്ത മകൻ തൈമൂറാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആദ്യ ഭാര്യ അമൃത സിംഗിലെ മൂത്ത മകൻ ഇബ്രാഹിം എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മാനേജറാണെന്ന് പറയുന്നു. ആരാണപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? ഇതിലെല്ലാം നിർണായകമായിട്ട് വഴിത്തിരിവാൻ വേണ്ടി പോകുന്നത് ആ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ യഥാർത്ഥ സംഭവത്തിലേക്ക് എത്തണമെങ്കിൽ ഈ സെയ്ഫ് ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ നിരവധി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ രക്തമുണ്ടായിരുന്നു എന്നാണ് ഈ ഓട്ടോറിക്ഷ ഓടിച്ച ആളിൽ നിന്ന് അയാൾ നൽകിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യം. പക്ഷേ CCTV ദൃശ്യം വേണം. കുത്തേറ്റിട്ട് ഏത് രീതിയിലാണ് സെയ്ഫ് ആ വീട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയത്, ഏത് രീതിയിലാണ് ഓട്ടോയിലേക്ക് കയറിപ്പോയത്, ഇതിൻ്റെ ഈ CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ വലിയ ഒരു വഴിത്തിരിവാകാൻ പോകുന്ന ഒരു CCTV ദൃശ്യങ്ങൾ തന്നെയായിരിക്കും. പോലീസ് അത് കൃത്യമായ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും കരീനയും സെയ്ഫും ഒളിക്കുന്നത് എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ദുരൂഹത ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇവർ ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല. എന്തിനാണ് നിങ്ങൾ മുഹമ്മദ് ഷെരീഫ് ഇസ്ലാം എന്ന് പറയുന്ന ആ യുവാവിനെ പിടിച്ചു വെച്ചേക്കുന്നത്? അതൊരു ചോദ്യമായി തന്നെയാണ് നിൽക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സെയ്ഫിനെ കുത്തിയതിൻ്റെ പേരിലാണ്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് വിദഗ്ധമായ പരിശോധനയിൽ പുറത്തു വന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ പ്രതിയാക്കി നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? CCTVയിൽ കണ്ട ആള് അപ്പോൾ ആരാണ്? അതെ, തീർച്ചയായിട്ടും.